ഹലോ ഗായ്സ്, ഇന്നിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കാണുമ്പോൾ ചെറുതായിട്ടൊന്ന് പപ്സ് ആണെന്നൊക്കെ തോന്നും. എന്നാൽ ഇത് അതല്ല കേട്ടോ, ഇത് സാധനം വേറെയാണ്. ആദ്യം ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാട്ടോ. അതിനായിട്ട് കുറച്ച് വല്യുള്ളി കനം കുറച്ച് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് പുഴുങ്ങിയ മുട്ടയും ഉപ്പടക്കം കുറച്ച് മസാലപ്പൊടിയുമാണ് കേട്ടോ. പിന്നെ ഇത് മുക്കി പൊരിച്ചാൽ കുറച്ച് എണ്ണയും മസാല പൊതിയാൻ കുറച്ച് സമൂസൻ്റെ ഓലി, അതൊന്നും ഒട്ടിച്ചാൽ കുറച്ച് മൈദയും കൂടി വേണം കേട്ടോ. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കട്ടോ. അതിനൊരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിക്ക് ഇത്തിരി എണ്ണ അങ്ങോട്ട് ഒഴിച്ചാൽ, എന്നിട്ട് ആദ്യം നമുക്ക് ഫില്ലിങ് അങ്ങോട്ട് ഉണ്ടാക്കട്ടോ. ചട്ടിയിൽ എണ്ണ ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ച ഉള്ളി അധികം കണ്ടിട്ട് നല്ലോണം ഇളക്കുക. കുറച്ച് ഉപ്പ് അങ്ങോട്ട് വെതറിയ ഉള്ളി വേഗം അങ്ങോട്ട് വാടിട്ടോ. അത്യാവശ്യം നല്ലോണം ഉള്ളി വാടണം. എന്നിട്ട് ഇതിക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം. ഒന്നങ്ങോട്ട് ഇളക്കിയിട്ട് അരിഞ്ഞു വെച്ച പച്ചമുളകും ചേർക്കുക. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല ഇടാം. നല്ലോണം തലങ്ങും വിലങ്ങും നാലിളക്ക്. ഇനി ഇതിക്ക് ആവശ്യത്തിനൊപ്പം കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് മുളകും പൊടി, ഗരം മസാലയും കുറച്ച് കുരുമുളകും പൊടി ചേർക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കണം കേട്ടോ. മസാലിന്റെ പച്ചമണക്ക് മാറുന്ന വരെ കണ്ട് നല്ലോണം ഇളക്കിക്കോളി. ഇതിപ്പോ റെഡി ആയിക്കണേ. ഇനിയിപ്പോ ഇതൊരു പാത്രത്തിക്കാണ് മാറ്റാം. ഫില്ലിങ് മുഴുവൻ ഇപ്പൊ പാത്രത്തിൽ മാറ്റിക്കണേ. ഇനി നമുക്ക് സമൂസന്റെ ഓല ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ട് ഇങ്ങനെ ക്രോസ് ആക്കി വെക്കുക. എന്നിട്ട് മസാല ഇതിന്റെ നടുക്ക് ഇങ്ങനെ പരത്തിയാണ് കൊടുക്കുക. ഇനി ഇതിന്റെ മേലേക്ക് ഒരു മുട്ടന്റെ പൗതിയായിട്ട് വെച്ചെടുക്കുക. ഇനി സമൂസന്റെ ഓലയിൽ ഇങ്ങനെ മൈദ തേക്കണം കേട്ടോ. എന്നിട്ട് ഇത് ഇങ്ങനെ ക്രോസ് ആക്കിയാണ് മടക്കുക. ഇപ്പൊ ഇത് റെഡി ആയിക്കണ്. ഇങ്ങനെ എല്ലാതും ഒന്നിട്ട് സെറ്റ് ആക്കുക കേട്ടോ. ഇപ്പൊ എല്ലാതും സെറ്റായി. ഇനി ഇത് പൊരിച്ചെടുക്കണം. അതിനൊരു ചട്ടി അങ്ങോട്ട് അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഓരോന്നങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു ഭാഗം വേവാകുമ്പോൾ മറ്റേ ഭാഗത്ത് വെല്ലം അങ്ങോട്ട് മറിച്ചിടുക. രണ്ട് ഭാഗത്ത് അപ്പൊ ഇവിടെ റെഡി ആയിക്കും കേട്ടോ. ഇനി ഇത് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളത് ഇതേപോലെ പൊരിച്ചെടുക്കുക കേട്ടോ. ഇപ്പൊ എല്ലാതും പൊരിച്ചെടുത്തിക്കണ്. ഇതോടെ നല്ല മൊഞ്ചുള്ള സാധനം ഇപ്പൊ ഇവിടെ റെഡി ആയിക്കും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ അമ്മക്കൊരു ലൈക്കൊക്കെ തരും കേട്ടോ. അപ്പൊ വേറൊരു അടിപൊളി ഐറ്റമായിട്ട് നാളെ കാണാം. ബൈ ബൈ.